ഇത് എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കൂടോത്രവും കുന്തോ ഒന്നും ഇല്ല. നമ്മൾ വിശ്വസിച്ച പ്രശ്നം, വിശ്വസിച്ചാ ഫലിക്കും. കാരണം ടെൻഷൻ അടിച്ച് നമ്മൾ തന്നെ കൊണ്ട് ഫലിപ്പിക്കും. ഈ പ്രാക്ക് ഫലിക്കുന്നത് എങ്ങനെയാ? പ്രാക്ക് ഫലിക്കുന്നത് പ്രാഗി എന്ന് നമ്മൾ അറിയുകയോ നമ്മളോട് ആരെങ്കിലും വന്ന് പറയുകയോ ചെയ്യണം. എന്നെ പ്രാഗിയെ പോയി. അപ്പൊ ദൃഷ്ടിയുടെ കാര്യം എങ്ങനെയാ പറയുന്നത്? നമ്മുടെ അങ്ങനെ ദൃഷ്ടി എന്നെ എല്ലാവരും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ നശിപ്പിച്ചാൽ പോരെ. ഞാൻ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു വിശ്വാസം അങ്ങനെ നോക്കി നശിപ്പിക്കാനാണ് ഈ ലോകത്ത്. പിന്നെ അതിനല്ലേ ഉള്ളൂ. മോഹൻലാലിനെ എല്ലാവരും നോക്കി ദൃഷ്ടിയിട്ട് അങ്ങനെയൊക്കെ നശിപ്പിച്ചു. അല്ല, അപ്പൊ നമ്മുടെ ഈ കർമ്മത്തിന് ചിലപ്പോൾ ഇത് വിശ്വാസം വരുന്ന എപ്പോഴാ സർ? ഇപ്പം ഒരു വയ്യായ്മ വരുമ്പോഴാണല്ലോ നമ്മൾ ഡോക്ടറെ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പോരായ്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴായിരിക്കും നമ്മൾ അതിനാണ് ജ്യോതിഷത്തിലൂടെയുള്ള വശങ്ങൾ. ക്ഷേത്രത്തിൽ പോവാം, ക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യാം. അത് ഒരാള് എന്റെ കയ്യിൽ പൈസ കൊണ്ടുതരൂ, ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. അത് വെറും വേസ്റ്റ്. ഇടനിലക്കാരെന്തിനാണ് നമുക്ക്? നമ്മളോട് പറയാണ് ദൈവം കോപിച്ചിരിക്കുന്നു. അവിടെ നമ്മുടെ ദൈവങ്ങൾ കൃഷ്ണനെ അങ്ങനെ കോപിക്കും? ഒരിക്കലും അത് പറഞ്ഞിട്ടല്ലേ ഇവിടെ പൈസ മേടിക്കുന്നത്? ഒരു അമ്പലത്തിൽ പോകുമ്പോൾ കൃഷ്ണൻ കോപിച്ചു, അവര് കോപിച്ചു, നമ്മുടെ കുടുംബത്തെ എങ്ങനെ ദൈവങ്ങൾ കോപിക്കുന്നത്? നമ്മുടെ ദൈവങ്ങൾ കോപിക്കാറില്ല. ഭഗവാൻ ശിക്ഷിക്കാനിരിക്കുന്ന ആളല്ല. അങ്ങനെ വിശ്വസിച്ചാൽ പ്രശ്നം തീർന്നില്ല. അതെ, അത് സത്യം. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ സർ? ഇനി ഞങ്ങൾ ഇത് ക്വസ്റ്റ്യൻസ് തീർന്നിട്ടില്ല, സമയപരിമിതി കൊണ്ട് ഞങ്ങൾക്ക് നിർത്തേണ്ടി വരുന്നതാണ്. പക്ഷേ ഇനി ഞങ്ങൾ ഒന്നുകൂടെ വിളിക്കും, സാർ വരണം, ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാ പ്രേക്ഷകർക്കും എനിക്കും എല്ലാം പറഞ്ഞു തരണം. എനിവേ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. എനിക്ക് ആനീസ് കിച്ചൺ പ്രോഗ്രാം ഞാൻ കാണാറുള്ളതാണ്. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ടും ഇങ്ങനെ ഈ ഒരു ഇപ്പൊ എന്നോട് ചോദിച്ച പോലെ പോസിറ്റീവായിട്ടും സൗന്ദര്യവും കാണാതെ സൂക്ഷിക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഒന്നുമില്ല സർ, ഭഗവാൻ അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു സർ. സർ, ഞങ്ങളുടെ ഇവിടെ വന്ന് സർ ഇത്രയും സമയം ചെലവഴിച്ചാൽ ഞങ്ങളുടെ വഴി ഒരു ചെറിയ പ്രസന്റ് ഉണ്ട്. ഞാൻ ഇപ്പൊ വീട് ഗൃഹപ്രവേശം നടത്തിയല്ലോ. ശരിക്കും ഇതൊഴികെ ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. സീരിയസ്ലി, വിളക്കുകൾ ഞാൻ വെച്ചൊരു വിളക്കിന്റെ ഷോപ്പ് ഇട്ടാലൊന്നും ഒരു ആലോചിക്കുന്ന ഒരു വിളക്ക് കിട്ടി. ആറന്മുള കണ്ണാടി മാത്രം കിട്ടിയില്ല. അപ്പൊ അത് ഞങ്ങളുടെ ജ്യോതിഷമൊക്കെ ചിലപ്പോ ഇനിയിപ്പോ ഇത്ര നേരം ഇവിടെ ഇരുന്നോണ്ട് ചിലപ്പോ മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ. ഇത് ഒത്തിരി നന്നായി, ഇത് യൂസ്ഫുൾ ആണ്. താങ്ക് യു സർ. എൻ്റെ പ്രേക്ഷകർക്ക് ഒത്തിരി, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആസ്ട്രോളജിയിലും ഉണ്ട്, ഈ പറഞ്ഞ വാസ്തുവിലും ഉണ്ട്, പിന്നെ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഈ ഇടയിൽ ഒരുപാട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു അരമണിക്കൂർ കൊണ്ട് സാർ അതങ്ങ് തെളിയിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. ഒരു പൂർണ്ണമായി ഒരാൾ മുൻപിൽ വന്നിരുന്ന് ഇത്ര തുറന്നു പറഞ്ഞത് കഴിയുന്നതും സാറിനെ തന്നെ പോയി കാണുക. ഇതൊരു എന്താ പറയുക, ബിസിനസ് വൈസ് റെക്കമെൻഡേഷൻ ഒന്നും അല്ല. ഒരു ഇത്രയും സിൻസിയർ ആയിട്ട് ഒരാൾ പോസിറ്റീവായിട്ട് ഇത്രയും പറഞ്ഞു തരുമ്പം നാച്ചുറലി നമ്മൾ അദ്ദേഹത്തെ തന്നെ കാണാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. ഇതേപോലെ അറിവുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറാനായിട്ട് ഇതുപോലുള്ള എപ്പിസോഡ്സ് കാണുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ.